ഇന്ന് ഞാനിപ്പോൾ മലയാളി ബിരിയാണിയാണ് ഉണ്ടാക്കണേ. അപ്പം ഇവിടെ ഞാൻ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് ചിക്കൻ. അപ്പം നമുക്ക് ഇതെടുത്ത് മലയാളി ബിരിയാണിയിൽ റൈസും ചിക്കനും സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ 10 മിനിറ്റ് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. അതെടുത്ത് കളയരുത്. അതിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യണതും ചിക്കനിൽ ഗ്രേവി ആക്കണതും. ബാക്കി വന്ന ഇതിൽ കുറച്ച് കറിവേപ്പിലയും സവാളയും ഇട്ട് വാട്ടുക. എന്നിട്ട് അതിൽ ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് നന്നായി വാട്ടുകയാണ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് തക്കാളിയും ഇട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി മസാലകൾ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കണത്. അതിലേക്ക് 1 കപ്പ് മല്ലിയില പുതിനയിലയും ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കില്ലേ അതിലൊക്കെ പകുതി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ 2 സ്പൂൺ തൈര്, ഗരം മസാലയും പിന്നെ വറുത്ത് വെച്ച ചിക്കനും ഇടുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഗ്രേവിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. അത്രയേ ഉള്ളൂ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ബിരിയാണിക്ക് ഞാൻ റൈസിന് വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് ബിരിയാണി സ്പൈസസും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുക. സവാള ഇടുക. ഓണിയൻസ് ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇടുക. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഇടുക. പിന്നെ ഉപ്പ്, കറിവേപ്പില ഇട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ റൈസ് ഇടുക. റൈസിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഇടുക. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. ഒരു പകുതി വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മല്ലിയിലയും പുതിനയിലയും ഫ്രൈഡ് ഓണിയൻസും ഇടുക. എന്നിട്ട് ആവിയൊന്നും പോവാത്ത രീതിയിൽ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിത് ദമ്മിടണ പോലെ സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മലയാളി ബിരിയാണി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. മലയാളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചോക്കാം. ഇറച്ചി പീസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ. ശരി, ഞാൻ കഴിച്ചു വരാം. ബൈ.